ഫ്രണ്ട്സ്, LDCയുടെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. റിക്സ് അഥവാ കണരോഗം ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റാമിൻ ഡി. റിക്സ് അഥവാ കണരോഗം ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നു? വിറ്റാമിൻ ഡി. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ബ്രോമിൻ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ബ്രോമിൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി പരിഗണിക്കപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി പരിഗണിക്കപ്പെടുന്നത് ഏത്? ഹോക്കി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ സി, ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാര്? ആൻസർ ഓപ്ഷൻ എ, പൊയ്കയിൽ കുമാരദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകനാര്? പൊയ്കയിൽ കുമാരദേവൻ. ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത്? ആൻസർ ഓപ്ഷൻ ബി, അലുമിനിയം. ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം അലുമിനിയം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഡാഷ്. ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ എ, സോഡിയം കാർബണേറ്റ്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റ്. കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? ആൻസർ ഓപ്ഷൻ എ, പൊട്ടാസ്യം. കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? പൊട്ടാസ്യം. താഴെ പറയുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, കാഡ്മിയം. താഴെ പറയുന്നവയിൽ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് കാഡ്മിയം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ, സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ സി, കൊല്ലം. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം. മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, പെരികാർഡിയം. മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് പെരികാർഡിയം. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1923. താഴെ പറയുന്നവയിൽ ഗാന്ധിജി കേരളം സന്ദർശിക്കാത്ത വർഷം 1923. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല?
ഓപ്ഷൻ ബി എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല എറണാകുളം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. ഓപ്ഷൻ ബി WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി. പെൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത്? ഓപ്ഷൻ ഡി 1972. പിൻകോഡ് സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം 1972. ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻ ബി ഇടുക്കി. ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ഡി കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെ? കൊൽക്കത്ത. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു. ആധുനിക തിരുവിതാംകൂറിന്റെ മുൻഗാമിയായിരുന്ന നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ ഡി വേണാട്. ആധുനിക തിരുവിതാംകൂറിന്റെ മുൻഗാമിയായിരുന്ന നാട്ടുരാജ്യം വേണാട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത്? ഓപ്ഷൻ സി 1932. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം 1932. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? ഓപ്ഷൻ ബി മുംബൈ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ? മുംബൈ. 20,000 ഹെർട്സിലും ആവൃത്തിയുള്ള ശബ്ദം ഏത്? ഓപ്ഷൻ സി അൾട്രാസോണിക്. 20,000 ഹെർട്സിലും ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക്. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ഗോയിറ്റർ. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗം ഗോയിറ്റർ. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ സി സ്വത്തവകാശം. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശം. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ഡി ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. തിരുവഞ്ചൂരി ഇളയത്, ധർമ്മോത്ത് പണിക്കർ എന്നിവർ ഏത് ഭരണാധികാരിയുടെ മന്ത്രിമാരായിരുന്നു? ഓപ്ഷൻ ഡി സാമൂതിരി. തിനയഞ്ചേരി ഇളയത്, ധർമ്മോത്ത് പണിക്കർ എന്നിവർ ഏത് ഭരണാധികാരിയുടെ മന്ത്രിമാരായിരുന്നു? സാമൂതിരി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്